ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന നിങ്ങളുടെ വ്യക്തിയുടെ ചിന്തകളാണ്, നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ്, അവരുടെ രാത്രികാല ചിന്തകളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. ഇതെപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. ഈ ഒരു സമയത്ത് പോസിറ്റീവായിട്ടിരുന്ന് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് നോക്കാം. കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് കേട്ടോ. ഒത്തിരി നല്ലൊരു വ്യക്തി തന്നെയാണ് നിങ്ങളുടെ വ്യക്തി. ഒരുപാട് നല്ല ഒരു ഹൃദയമുള്ള വ്യക്തിയാണ്. നിങ്ങളെ നല്ല പോലെ കെയർ ചെയ്യാൻ അറിയുന്ന വ്യക്തിയാണ്. നല്ല വാത്സല്യമുള്ള വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി. നിങ്ങളടുത്ത് ഒരു കുട്ടീനെ നോക്കും പോലെ ആയിരിക്കാം നിങ്ങളെ നോക്കുന്നവർ, നിങ്ങളെ കെയർ ചെയ്യുന്നത്, നിങ്ങളെ പരിപാലിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവാം നിങ്ങളുടെ വ്യക്തി. പക്ഷെ ഇപ്പോൾ മനസ്സിൽ ഒരുപാട് സ്നേഹം ഉണ്ടായിട്ടും അതൊക്കെ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് നിൽക്കുകയാണ് ഈ സമയത്ത് കേട്ടോ. അവർ കാർഡ് കാണിക്കാൻ പാടില്ല, സ്റ്റാർ കാർഡാണ് കിട്ടിയിരിക്കുന്നത്. ഇങ്ങനെ ഒക്കെ കേട്ടോ, സ്റ്റാറാണ്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഈ വ്യക്തി ആക്ഷൻ എടുക്കും, നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരും. കാരണം ഇത് ചിലപ്പോൾ നിങ്ങളെ വ്യക്തി അറിയപ്പെടുന്നൊരു വ്യക്തിയായിരിക്കാം. നാലാൾ അറിയപ്പെടുന്ന, ചിലപ്പോൾ ഒരു എന്താ പറയുക, നിലവിൽ നിങ്ങളുടെ വ്യക്തി സൊസൈറ്റിയിലൊക്കെ അറിയപ്പെടുന്ന നല്ലൊരു വ്യക്തിയായിരിക്കാം. നല്ലൊരു ജോലി നാലാൾ അംഗീകരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളുടെ വ്യക്തി. അത്തരം കാര്യമാണ്. കൂടാതെ നിങ്ങളുടെ വ്യക്തി ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്ന നിങ്ങളെ ഒരിക്കലും കൈവിടില്ല. ഇനി ആരൊക്കെ എന്തൊക്കെ അവരുടെ ചുറ്റിലുണ്ടെങ്കിലും അവർക്ക് വലുത് നിങ്ങളാണ് എന്നതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി പല സിറ്റുവേഷനും വന്നെന്നിരിക്കാം. നിങ്ങൾക്ക് മുമ്പിൽ തടസ്സമായിട്ട് എന്താണോ വന്നിരിക്കുന്നത് ആ ഒരു തടസ്സത്തിനേക്ക് അതിജീവിച്ച് നിങ്ങളിലേക്ക് വരുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ പരസ്പരം ചിലപ്പോൾ ഇത്രയ്ക്ക് സ്നേഹം ഉണ്ടായിട്ടും നിങ്ങൾ പിണങ്ങി നിൽക്കുന്നവരായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ വഴക്കിട്ടോ അങ്ങനെ എന്തെങ്കിലും ചെറിയൊരു സൗന്ദര്യപ്പിണക്കം നിങ്ങൾക്ക് ഇടയിൽ ഉണ്ടായിട്ടുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്റ്റിലൊക്കെ ഇരുന്നിട്ടുണ്ടാവാം. ഒരുപാട് സ്നേഹം രണ്ടുപേർക്കുണ്ടും എന്നിട്ടും എന്തിൻ്റെയൊക്കെയോ വഴക്കിൻ്റെ ചൊല്ലിയായിരിക്കാം, ഫാമിലീൻ്റെ കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ തന്നെ പരസ്പരം നിങ്ങൾ വഴക്കിടുന്ന ആൾക്കാരായിരിക്കാം. തൊട്ടതിനും പിടിച്ചതിനൊക്കെ നിങ്ങൾ വഴക്കുണ്ടാക്കുമായിരിക്കാം. കൂടുതലും ദേഷ്യം ഉണ്ടാവും നിങ്ങൾക്ക്. പക്ഷെ ഇവിടെ നിങ്ങളുടെ വ്യക്തിക്ക് എന്ത് ദേഷ്യം ഉണ്ടെങ്കിലും അവർക്ക് ഒരുപാട് സ്നേഹമാണ് നിങ്ങളടുത്ത്. ചില സാഹചര്യത്തിൽ നിങ്ങളുടെ വ്യക്തിക്ക് ഒരുപാട് ദേഷ്യമൊക്കെയുള്ള എടുത്തുചാട്ടമൊക്കെയുള്ള വ്യക്തിയായിരിക്കും. പക്ഷെ ഒരുപാട് സ്നേഹമുള്ളൊരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി. ചില സാഹചര്യത്തിൽ നിങ്ങളെ വഴക്ക് പറയുന്ന വ്യക്തിയായിരിക്കാം, നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം. എങ്കിലും ഒരുപാട് സ്നേഹമുള്ള നിങ്ങളെ കെയർ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ വ്യക്തി ഒരു ഫിനാൻഷ്യലി സ്റ്റേബിളായ ഒരു വ്യക്തിയായിരിക്കാം. ചിലപ്പോൾ കുറച്ചൊക്കെ ക്യാഷൊക്കെയുള്ള നല്ലൊരു ഫാമിലിയിൽ ജനിച്ച ഒരു വ്യക്തിയായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് അവർക്ക് നിങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കാത്തൊരവസ്ഥയിലൂടെയാണ് അവർ പോകുന്നത്. അവർക്ക് ഇപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ നോക്കുമ്പോൾ, അവരുടെ സിറ്റുവേഷൻ നോക്കുന്ന സമയത്ത് നിങ്ങൾ കൂടെ ഇല്ലാത്ത സമയത്ത് ഈ വ്യക്തിക്ക് ഒന്നിനും സാധിക്കുന്നില്ല. ജോലി ചെയ്യാനും ഒന്നിലും ജോലി ചെയ്യാനോ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകാനോ ആരുടെടുത്തും മിണ്ടാനോ അല്ലെങ്കിൽ സിറ്റുവേഷൻ എന്ത് തന്നെ ആയാലും പഠിക്കാനോ ഒന്നിനും സാധിക്കാതെ വലിയൊരു ഒരു ഭാരം പോലെ നിങ്ങൾ അവരുടെ കൂടെ ഇല്ലാതിരിക്കുമ്പോൾ അവർക്ക് അത്രക്കും വേദനയാണ്. മുന്നോട്ട് പോകാൻ സാധിക്കാത്ത വിധത്തിലാണ് നിങ്ങളുടെ വ്യക്തിയുള്ളത്. ഇവിടെ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തയാണ് നിങ്ങളുടെ വ്യക്തിക്ക്. പാസ്റ്റിൽ നടന്നിരിക്കുന്ന എന്താണോ
നിങ്ങൾക്കിടയിൽ എന്താണോ പ്രശ്നം അതൊക്കെ ഓർത്തിരിക്കുകയാണ്. ശരിക്കും ഉറക്കം പോലും വരുന്നില്ല നിങ്ങളെ കൂടെ ഇല്ലാത്തത്, അല്ലെങ്കിൽ നിങ്ങളോട് മിണ്ടാത്തത് കാരണമായിരിക്കാം. നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരെ വീണ്ടും വീണ്ടും ഇങ്ങനെ അലട്ടുന്നുണ്ട് നല്ല രീതിയിൽ. ഇവിടെ നല്ല പോലെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തി നേടിയെടുക്കും. അവർ ചിന്തിക്കുകയാണ് വിവാഹത്തെക്കുറിച്ച്. അവരുടെ മനസ്സിൽ നിങ്ങളും മൊത്തൊരുമിക്കണം, അല്ലെങ്കിൽ നിങ്ങളെ തന്നെയാണ് അവരുടെ മനസ്സിൽ. വിവാഹം കഴിക്കാനും അവർ ചിന്തിക്കുന്നത് നിങ്ങളെ തന്നെയാണ് കേട്ടോ. ഒരു റിയൂണിയൻ വേണം, എല്ലാം. അവരുടെ സന്തോഷം എന്ന് പറയുന്നത് അത് നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ ഒപ്പം ഉള്ളപ്പോഴാണ് അവരുടെ സന്തോഷം. അതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ദി ഫൂൾ, അതായത് ഈ വ്യക്തി മനസ്സുകൊണ്ട് എല്ലാം മറന്ന്, എന്തൊക്കെ നിങ്ങൾക്കിടയിൽ പ്രശ്നമുണ്ടെങ്കിലും അതൊക്കെ മറക്കാൻ ആൾക്കിപ്പോൾ സാധ്യമാണ്. ആദ്യം അങ്ങനെ അല്ലെങ്കിലും കടുംപിടുത്തം പിടിക്കുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ വേഗം ദേഷ്യം വരുമായിരിക്കും, അവർ പിണങ്ങി നിൽക്കുമായിരിക്കും, നിങ്ങൾ അങ്ങോട്ട് ചെല്ലണമായിരിക്കും, അങ്ങനെയൊക്കെയുള്ളൊരു വ്യക്തിയായിരിക്കാം. പക്ഷെ ഇപ്പോൾ എല്ലാം മറന്ന് അവർക്കിപ്പോൾ ഒന്നുമല്ല, ഇപ്പം നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേർന്നാൽ മതി. ആ ഒരു എന്താ പറയുക, എന്തോ ഒരു മനസ്സിന് നിങ്ങളെന്ന് പറയുന്ന അവർക്ക് വീണ്ടും ഈ ഒരു കണക്ഷൻ ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ അത്രത്തോളം നിങ്ങളുമൊത്ത് ഒരു യാത്ര പോകണം. അങ്ങനെ എന്തൊക്കെയോ ഒരു ചിന്താഗതിയാണ്. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ആ വ്യക്തിക്ക് വല്ലാത്തൊരു സന്തോഷമാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. ഇനി ഇതിൽ നിന്നും ഒരു കാർഡ്സ് എടുത്ത് നോക്കാം. ഇവിടെ ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അത് നിങ്ങളെ പിണങ്ങി നിന്ന സമയത്ത് നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കാം. നിങ്ങളുടെ വ്യക്തി പിണങ്ങുന്ന സമയത്ത് വല്ലാത്ത വേദനയായിരിക്കാം മനസ്സിൽ. അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. ചിലപ്പോൾ ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റ് വ്യക്തികളുടെ ഇടപെടൽ ഉണ്ടാവാം നിങ്ങൾക്കിടയിൽ. നിങ്ങൾ നല്ല രീതിയിൽ പോയൊരു കണക്ഷനാണ് എന്നതൊക്കെ ഉണ്ട്. നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കാണ് സ്ഥാനം, അല്ലെങ്കിൽ നിങ്ങളല്ലാതെ നിങ്ങളുടെ ആ ഒരു സ്നേഹം അവർക്ക് മറ്റാർക്കും കൊടുക്കാൻ സാധ്യമല്ല എന്നാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇവിടെ 2 പേർക്കും ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. അത് നിങ്ങളുടെ വ്യക്തിക്കും ഉണ്ട്, അതേപോലെ നിങ്ങൾക്കും ഉണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ വരാൻ കാരണം മറ്റുള്ളവരെ കൊണ്ടായിരിക്കാം, മറ്റ് വ്യക്തികളായിരിക്കാം ഇതിന് കാരണം. ഇവിടെ നിങ്ങളുടെ വ്യക്തിയുടെ തീരുമാനം, അവർ തീരുമാനം എടുത്തിരിക്കുന്നത് അത് നിങ്ങൾ വേണം, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ജീവിക്കണം എന്നുള്ള ആ ഒരു ഡിസിഷനിലാണ് നിങ്ങളുടെ വ്യക്തി ഉള്ളത്. അത്രയും ആ ഒരു കിങ് ഓഫ് കപ്സ് ആദ്യം നമുക്ക് കിട്ടിയതും അത് തന്നെ. അത്രത്തോളം സ്നേഹവും വാത്സല്യവും ഒക്കെ നിങ്ങളുടെ അടുത്താണ്. അപ്പോൾ ഇവരുടെ ഫീലിങ്സ് അറിയുന്നത് നിങ്ങൾക്കായിരിക്കാം, അവരുടെ മനസ്സ് തുറക്കുന്നത് നിങ്ങളുടെ അടുത്താണ്. ഒത്തിരി മനസ്സിനകത്ത് എന്ത് വിഷമമുണ്ടെങ്കിലും അത് നിങ്ങൾക്കായിരിക്കാം കണ്ടുപിടിക്കാൻ പറ്റുന്നത്. നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയായിരിക്കാം. കാരണം അവർക്ക് എന്ത് വിഷമം അവർ നിങ്ങളടുത്ത് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. അവരുടെ വിഷമമായാലും അവരുടെ സങ്കടമായാലും ഇനി എന്തൊക്കെ മുഖങ്ങളുണ്ട് അതൊക്കെ നിങ്ങളെ മുമ്പിൽ മാത്രമായിരിക്കും അവർ തുറന്ന് കാണിക്കുന്നത്. മറ്റാരോടും കാണിക്കാത്ത ആ ഒരു ഫീലിങ്സൊക്കെ അത് നിങ്ങളുടെ മുമ്പിലാണ് കാണിക്കുന്നത് എന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അത്രത്തോളം വാത്സല്യമുണ്ട് അവർക്ക് നിങ്ങളടുത്ത് കേട്ടോ. ഒരുപാട് സ്നേഹത്തോടെ ആ ഒരു ഏസ് ഓഫ് പെന്റിക്കിൾസ്, ഈ വ്യക്തിയുടെ പ്രശ്നം ചിലപ്പോൾ ഫിനാൻസിൻ്റെ പ്രശ്നം ഉണ്ടാവാം നിങ്ങൾ തമ്മിൽ. ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവാത്തത് കൊണ്ട് കരിയറിലൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഇവിടെ ഫിനാൻഷ്യലി സ്റ്റേബിളായിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു. കുറച്ച് പേർക്ക് ഗിഫ്റ്റുമായിട്ട് നിങ്ങളുടെ വ്യക്തി തിരിച്ചു വരുന്നു എന്നതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നമുക്ക് നല്ല രീതിയിൽ. അതേപോലെ ഒരു എംപ്രസ് എനർജിയിലോട്ട്, അതായത് ഒരു അത്രത്തോളം കെയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ആ വ്യക്തി ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ രീതിയിലും ഈ വ്യക്തി ഒരു സ്റ്റേബിൾ ആവണം, അല്ലെങ്കിൽ ആ ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പിണക്കം ഒക്കെ മാറ്റും നിങ്ങളുടെ വ്യക്തി വന്നിട്ട്. ഈ വ്യക്തി തിരിച്ചു വരുന്ന സമയത്ത് മാരേജൊക്കെ കാണുന്നുണ്ട്, സെലിബ്രേഷൻ കാണുന്നുണ്ട്, അതേപോലെ ഒരു റിയൂണിയൻ ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം അവർക്ക് നിങ്ങളോടൊപ്പം ഉള്ളപ്പോഴാണ് സന്തോഷം സമാധാനവും ആ ഒരു ഫീലിങ്സ് ഒക്കെ ഉള്ളത് നിങ്ങളടുത്ത് മാത്രമാണ്. മറ്റാരടുത്തും തോന്നാത്ത ആ ഒരു ഫീലിങ്സ് അത് നിങ്ങളടുത്ത് മാത്രമാണ് ഈ വ്യക്തിക്ക് തോന്നുന്നത് എന്നതാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായി കണക്റ്റ് ചെയ്യുന്നവരുടെ ഒരു ക്ലൂസ് എടുക്കുന്നുണ്ട്, നോക്കാം.
സെപ്റ്റംബർ എന്ന് കിട്ടിയിട്ടുണ്ട്. ലെറ്റർ എ ആണ്. ഭരണി നക്ഷത്രം, ചോതി, കാസർഗോഡ്, വയനാട്, ഗൾഫ് രാജ്യം, തൃക്കേട്ട, ബ്ലൂ ബട്ടർഫ്ലൈസ്, ടൈലറിങ് 49 എന്ന് കിട്ടിയിട്ടുണ്ട്. തിരുവാതിര, ആർട്ടിസ്റ്റ് ആയിരിക്കാം. പൂയം, മെഡിക്കൽ ഫീൽഡിൽ ജോലിയുള്ള ആൾക്കാരായിരിക്കാം. എഫ് എന്ന് കിട്ടിയിട്ടുണ്ട്. ലെറ്റർ എഫ് ആണ്. അനീഴം, മിറാക്കിൾസ് ഉണ്ടാവും. നിങ്ങളുടെ മിറാക്കിൾസ് എന്ന് കിട്ടിയിട്ടുണ്ട്. പൂരുരുട്ടാതി, ബ്യൂട്ടീഷ്യൻ, പാലക്കാട്, മലപ്പുറം. ലെറ്റർ എച്ച് ആണ്. പുണർത്തം, ഓഗസ്റ്റ്, ഡ്രൈവർ, അത്തം, ഡാൻസ് അറിയുന്ന ആൾക്കാരായിരിക്കാം. ബ്ലൂ കളർ. ലെറ്റർ ബി ആണ്. ലെറ്റർ വി ആണ്. ഉത്രം നക്ഷത്രം, വൈറ്റ് കളർ. ലെറ്റർ എക്സ് ആണ്. മൂലം നക്ഷത്രം. ലെറ്റർ കെ ആണ്. മെയ് മാസം, വൈറ്റ് കളർ. വീണ്ടും വൈറ്റ് കളർ. 12 എന്ന് കിട്ടിയിട്ടുണ്ട്. 22 ആണ്. എബ്രോഡ് എന്ന് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മൾക്ക് ക്ലോസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു റീഡിങ്ങുമായിട്ട് നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം. താങ്ക് യു.